നമ്മുടെ പാർട്ട് 6 ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഏത് പേജ് നമ്പർ ആയിരുന്നു? ഓക്കെ, നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യങ്ങളല്ലേ ചെയ്തിരുന്നേ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലത്തെ ഇതാ പേജ് നമ്പർ വന്നിട്ട് പേജ് നമ്പർ 202 ചോദ്യങ്ങളാണ് ചെയ്തിരുന്നത്. അതിലത്തെ ഒരു ചോദ്യം ചെയ്തു. അതിലത്തെ രണ്ടാമത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്യാം. ഒരു മട്ടത്രികോണത്തിലെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഭാഗത്തിൽ തന്നെ, ആ ഒരു പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മട്ടത്രികോണത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു മട്ടത്രികോണം വരയ്ക്കാം. ഓക്കെ, മട്ടത്രികോണം വരച്ചു കഴിഞ്ഞാൽ ഈ മട്ടത്രികോണത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണ്ടേ? ഓക്കെ, ഇതിന് 3 സൈഡുകൾ ഉണ്ടെന്ന് അറിയാലോ, 3 സൈഡുകളുണ്ട്, 3 കോണുകൾ ഉണ്ട് എന്നൊക്കെ അറിയാലോ. അപ്പോൾ ഈ സൈഡുകളും കോണുകളും ഇത് എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ വേണ്ടേ? ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഇതെന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നോക്കിക്കോളൂട്ടാ, ഇത് മട്ടത്രികോണാണ്. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, അതാദ്യം പറയാം. മട്ടത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയല്ലോ. അതിന്റെ അർത്ഥം എന്തുട്ടാ, അതിൽ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഒരു കോണ് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു ആംഗിൾ വന്നിട്ട് 90 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? ഏത് ആംഗിൾ ആണോ 90 ഡിഗ്രി, അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയും. ഹൈപ്പോടെന്യൂസ്. ഹൈപ്പോടെന്യൂസ് മലയാളത്തിൽ നമ്മൾ പറയും കർണം എന്ന് പറയും. കർണം. കർണം എപ്പോഴും എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് കർണം. മനസ്സിലായോ? ബാക്കി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഉയരം എന്ന് പറയാം കേട്ടോ. ഇതിന് നമുക്ക് ഉയരം എന്ന് പറയാം. ഉയരന്നോ അല്ലെങ്കിൽ ലംബെന്നോ ഒക്കെ പറയാം. ഇതിൽ ഏതെങ്കിലും നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ മതി. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓൾട്ടിറ്റ്യൂഡ് എന്നോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർന്നോ ഹൈറ്റ് എന്നോ ഇതൊക്കെ പറയാം. പല രീതിയിൽ പറയാം. ഇത് നമ്മൾ ബേസ് എന്ന് പറയും, പാദം എന്ന് പറയും. ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയും. മനസ്സിലായല്ലോ? പക്ഷെ ഈ ബേസും ഈ പറഞ്ഞ ഉയരവും അത് ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, മട്ടത്രികോണം വെച്ചിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആലോചിക്കാം, മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ വന്നിട്ട് 90 ഡിഗ്രിയാണ്. ആ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കർണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാ മനസ്സിലാക്കണ്ടേ? ഇതിലൊരു തിയറം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ തിയറത്തിന് പറയുന്ന പേരാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതിന് ഓൾട്ടിറ്റ്യൂഡും ബേസും ഉണ്ടല്ലോ, അതായത് പാദവും ഉണ്ട്, ഉയരവും ഉണ്ടല്ലോ. അപ്പൊ അതെന്താ ഇങ്ങനെ പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഉള്ളതിന് നമുക്ക് എന്തെന്ന് പറയാം? ഇങ്ങനെയുള്ളതിന് ഉയരം എന്ന് പറയാം. ഈ താഴെ എടുക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? പാദം എന്ന് പറയാം. പാദം വെച്ചാൽ ബേസ് ഇടാ, ബേസ്. ഇത് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. മനസ്സിലായോ? ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞൂടെ? പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാനിപ്പോ ഇതേ പിക്ചർ ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യാണ്. ഫ്ലിപ്പ് ചെയ്യുക മീൻസ് ഇതാ, ഞാൻ ഇതിനെടുത്തിട്ട് ഇങ്ങനെ വരച്ചു. കർണം മാറുമോ? ഇല്ല. കർണം എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് കർണം എന്ന് പറയുന്നത്. പക്ഷെ നോക്കിക്കേ, ഇതാണോ ഉയരം കിടക്കുന്നത്? ഇതാണോ ഉയരം? അല്ലല്ലോ, ഇതല്ലേ ഉയരം വരുന്നേ. പക്ഷെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? അത് പാദം എന്നല്ലേ പറഞ്ഞു. മനസ്സിലായോ? അതായത് എപ്പോഴും ഒരു മട്ടത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് കർണം. ബാക്കി വരുന്ന ഉയരവും പാദവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് എടുത്തോ. ഓക്കെ, പക്ഷെ എന്തുമാത്രം കറക്റ്റ് ചെയ്ത് എഴുതണം? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് കർണം. അത് കറക്റ്റ് ചെയ്ത് എഴുതാം. ബിക്കോസ് ഉയരം ഏതാണ്, പാദം ഏതാണെന്ന് നോക്കി. ഇപ്പൊ ഇതിപ്പോ ഉയരാണ്, ഇത് പാദമാണ്. ഇപ്പൊ ഇങ്ങനെ തരണമെന്ന് വെച്ചോ, ഈ ഫിഗർ നോക്കിക്കേ, ഇങ്ങനെ തന്നു കഴിഞ്ഞെന്ന് വിചാരിച്ചോ, നമുക്ക് ഇതിൽ ഏതോ ഉയർന്ന് കിട്ടുമോ? പാദം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നു വെച്ചോ, അപ്പൊ ഇതിൽ ഉയരം ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെ തന്നു കഴിഞ്ഞാലും എന്ത് മാറ്റം ഉണ്ടാവില്ല? നമ്മുടെ കർണം മാറ്റം ഉണ്ടാവില്ല. കർണം എന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ 90 ഡിഗ്രി കോണളവിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് കർണം എന്ന് പറയുന്നത്. അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് കടന്നിട്ടില്ല. ചോദ്യത്തിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്, പൈതഗോറസ് തിയറം കേട്ടോ. അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്നത് ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ കിട്ടും. അതായത് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മുടെ ചോദ്യം നോക്കാം.
ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ 90 ഡിഗ്രി എന്നുള്ളത് ഫിഗർ കാണുമ്പോൾ മനസ്സിലായത് 90 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മൾ ചോദ്യത്തിലോട്ട് പോവാം. അതായത് നിങ്ങൾക്ക് കുറെ ബേസിക് ഒക്കെ കുറെ മിസ്സായിട്ടുണ്ടാവില്ലേ, കൊറോണ ഒക്കെ വന്നിട്ട്. അത് കൊറോണ ഒക്കെ ആയതുകൊണ്ട് ആ ഒരു സീസണിൽ ക്ലാസ് ഒന്നും ഇല്ലാതെ കുറെ മിസ്സായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ബേസ് കൂടി പറഞ്ഞിട്ട്. അപ്പൊ ചോദ്യം നോക്കിക്കേ, ക്ലിയർ ആണല്ലോ. ഒരു മട്ടത്രികോണത്തിലെ, അപ്പൊ ത്രികോണം നമ്മൾ കണ്ടു, ഒരു വശത്തിന്റെ 2 മടങ്ങിൽ നിന്ന് ഒരു വശത്തിന്റെ 2 മടങ്ങ്, ഒരു വശത്തിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, അതിന്റെ 2 മടങ്ങിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറച്ചതാണ് അതിന് ലംബമായ വശം. ലംബത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ലംബം എന്താന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു വശത്തിന്റെ, ആ ഒരു വശത്തിന് നമുക്ക് ഇതിന്ന് എടുക്കാം, എക്സ് എടുക്കാം. ഓക്കെ, ആ ഒരു വശത്തിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ, അതായത് 2x. അതിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണല്ലോ ലംബം ട്ടാ. അപ്പൊ ഇതില് ലംബം എന്ന് പറഞ്ഞിട്ടുള്ള ലംബം എന്നോ ഉയരം എന്നോ എന്നൊക്കെ പറയാം. ഓക്കെ, ഇംഗ്ലീഷുകാരൻ എന്താ പറയാ, ഇപ്പൊ ലംബം ആയതുകൊണ്ട് നമുക്ക് അതിനെ പെർപെൻഡിക്കുലർ എന്ന് പറയാം, ഉയരാണെന്നുള്ള ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, പെർപെൻഡിക്കുലർ മനസ്സിലായല്ലോ. പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്, 2x - 1. അപ്പൊ ഇതെന്താണെന്ന് നമുക്കറിയാം, ഇത് പാദമാണ്, ഇംഗ്ലീഷിൽ ബേസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ കാണാനായിട്ടുള്ള, ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം, ആ വശത്തിന് എന്താ പേരെന്ന് അറിയാലോ, ആ വശത്തിന് പറയുന്ന പേരാണ് കർണം എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. യെസ്, സോറി. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യം ഇനി അതിന് ലംബമായിട്ടുള്ള വശം, ഇനി 2 മടങ്ങിനോട് 1 സെന്റിമീറ്റർ കൂട്ടിയതാണ് കർണം എന്ന് പറയുന്നത്. ഓക്കെ, 2 സെന്റിമീറ്ററിനോട്, അതായത് 2 സെന്റിമീറ്ററിനല്ല, 2 മടങ്ങിനോട്, ഇവിടെ എക്സ് ഉണ്ടല്ലോ, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വശം, ആ വശത്തിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x, അതിനോട് 1 കൂട്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കർണം എന്ന് പറയുന്നത്. കർണത്തിന് നമ്മൾ എന്താ പേര് പറയാ, കർണത്തിന് പറയുന്ന പേരാണ് ഹൈപ്പോടെന്യൂസ്. ഓക്കെ, കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഇല്ലല്ലോ, മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ ഇങ്ങോട്ട് വയ്ക്കാം അല്ലേ, ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെയ്തു. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വശവും കണ്ടുപിടിക്കണം. ഇത്രയും കാര്യം നമ്മുടെ ചോദ്യത്തിലുള്ളതാ, ഓരോ വശം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഈക്വേഷൻ അറിയാലോ. എന്ത് ഈക്വേഷൻ പഠിച്ചത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, പൈതഗോറസ് തിയറം എന്ന് പറയുന്നിട്ട് അതിന്റെ ഈക്വേഷൻ തൊട്ടാ. ഈക്വേഷൻ ഞാനോട് പറയാം, മലയാളം എഴുതുന്നുണ്ട്, ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് കേട്ടോ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്, നമ്മൾ പെർപെൻഡിക്കുലർ എന്നല്ല എഴുതിയിട്ടുള്ളത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം, പെർപെൻഡിക്കുലർ എന്ന് പറയാം, ഹൈറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഞാനിപ്പോൾ അവിടെ പെർപെൻഡിക്കുലർ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാനത് അങ്ങനെ എഴുതണം, പെർപെൻഡിക്കുലർ സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി മലയാളം കൂടി ഒന്ന് നോക്കിക്കോ. ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ, പാദത്തിന്റെ ദം. ഓക്കെ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. യെസ്, ഓക്കെ, കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള കർണം സ്ക്വയർ എത്രയാ, പാദം സ്ക്വയർ എത്രയാ, ലംബം സ്ക്വയർ എത്രയാ, അതൊക്കെ നമുക്ക് അറിയാലോ, തന്നിട്ടുണ്ടല്ലോ. ഇത് എക്സ് ആണ്, ഇത് 2x - 1 ആണ്, 2x + 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ഈക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? ഇതാ ഈക്വേഷൻ എന്താ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടേ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ടു ഹിയർ. അയ്യോ, വേണ്ട. യെസ്, ഓക്കെ, എന്താ ബാക്കി പോയോട്. യെസ്, ഓക്കെ, ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാം, പറഞ്ഞോളൂ കേട്ടോ. ഇനി നിങ്ങൾ പറയണേ. കർണം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടില്ലേ, കർണം എത്രയെന്ന് അറിയാം നമുക്ക്. നോക്കിക്കേ, കർണം എത്രയെന്ന് അറിയാം. ഇതാണോ കർണം? അല്ല, ഇതല്ലേ കർണം? അല്ല, ഇതാണ് കർണം. ഓക്കെ, അപ്പൊ എന്താ പറയാ, 2x + 1. കർണത്തിന് പകരം നമ്മൾ എന്ത് എഴുതി? 2x + 1. ഇവിടെ കർണം എന്ന് മാത്രമാണോ? അല്ല, സ്ക്വയർ എന്നുണ്ട്. 2x + 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ. പാദം എത്രയാ? എക്സ് അല്ലേ. സോ എക്സിന്റെ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണോ ലംബം? അല്ല. ഇതാണോ ലംബം? അല്ല, ഇതാണ് ലംബം. എത്രയും തന്നിട്ടുണ്ട്? 2x - 1. 2x - 1 അത് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ഇവിടെ സ്ക്വയർ എന്ന് എഴുതണം. ക്ലിയർ ആയോ നോക്കിക്കേ. ഇത്രയും കാര്യം മനസ്സിലായി നോക്കിക്കേ. 2x + 1 the whole square is equal to x square plus 2x - 1 the whole square എന്ന് എഴുതി വെച്ചു. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഇത് നോക്കിക്കേ. ഈ ഒരു സംഭവം കാണുന്ന സമയത്ത്
2x plus 1 the whole square is equal to എന്ത് ഫോർമുല എടുക്കുന്നത്, എന്ത് ഫോമാറ്റിലാണ് എടുക്കുന്നത്, a plus b whole square ന്റെ ഫോമാറ്റിലല്ലേ എടുക്കുന്നത്. a plus b whole square is equal to a square plus 2ab plus b square എന്നുള്ളതാണ് ഇക്വേഷൻ നമുക്കറിയാലോ. ഇനി ഇവിടെ നമുക്ക് ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, അത് a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷനിലല്ലേ എടുക്കുന്നത്. ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഒന്നുമില്ല, ഇത് എടുക്കുന്നത് a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഒരു രീതിയിലാണ് എടുക്കുന്നത്, ആ ഒരു ഫോർമുല എടുക്കുന്നത്. അതേപോലെ തന്നെ 2x മൈനസ് 1 എന്ന് പറയുന്നത് 2x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഈക്വേഷൻസ് ചുമ്മാ എഴുതി വെച്ചു. ഓക്കെ, എന്നിട്ട് വാല്യൂ കൊടുക്കണുണ്ടോ നമുക്ക്. അപ്പോൾ ഓരോന്നിനും വാല്യൂ കൊടുക്കാം. അത് നമുക്ക് a പ്ലസ് ബിന്റെ അത് ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഒന്ന് സൈഡിലേക്ക് കിട്ടെ. യെസ്, ക്ലിയർ ആണല്ലോ. ആദ്യം നമുക്ക് ഈ എല്ലാ ഒരു പീസസിനും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അതിനുശേഷം ബാക്കി ചെയ്യാം. ഓക്കെ, ആദ്യം ഇതിന് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ നോക്കിക്കേ. 2x പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്നല്ലേ തന്നിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു ആദ്യം a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, 2xന്റെ സ്ക്വയർ അല്ലേ. 2xന്റെ സ്ക്വയർ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? ഇങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2x സ്ക്വയർ എന്ന് പറയുന്നത് ആ എക്സിന് മാത്രമല്ല സ്ക്വയർ ഉള്ളത്, ഇതിനും ആപ്ലിക്കബിൾ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതണം, ഇതാണല്ലോ a എന്ന് പറയുന്നത്, ഇങ്ങനെ എഴുതണം കേട്ടോ. 2x സ്ക്വയർ, അതായത് എക്ക് പകരം അതിന്റെ സ്ക്വയർ ഇട്ടു, പ്ലസ് ഇത് മനസ്സിലായല്ലോ. ഇവിടെ a എന്ന് പറയുന്നത് ഇവിടെ 2x ആ. ഓക്കെ, ഇവിടെ 2x ആ, അതുകൊണ്ട് 2xന്റെ ഹോൾ സ്ക്വയർ ഇട്ടു, പ്ലസ് പിന്നെ 2 അല്ലേ, 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, a എന്ന് പറഞ്ഞാൽ 2x ആ. ഓക്കെ, ഇൻറ്റു b എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, b എന്ന് പറഞ്ഞാൽ 1 ആ. മനസ്സിലായോ? പ്ലസ് ബി സ്ക്വയർ, പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. മനസ്സിലായോ? ഇത് എഴുതിയിട്ടുള്ളത് മനസ്സിലായോ? അതായത് ഇതിനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് നേരെ എഴുതി. ഓക്കെ, ഇസ് ഈക്വൽ ടു 2x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ ഇതിന്റെ കാണണം, 2ന്റെ സ്ക്വയർ കാണണം, ദാറ്റ് ഈസ് 4. പിന്നെ എക്സിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ തന്നെ, 4x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x ദാറ്റ് ഈസ് 4x ഇൻറ്റു 1 വെച്ചാൽ 4x തന്നെയാണ്. 4x പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 എന്ന് കിട്ടി. 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1. ക്ലിയർ അല്ലേ? അത് ഏതിൻ്റെത് മാത്രമാണ്, നമ്മുടെ ഈ 2x പ്ലസ് 1ന്റെ മാത്രമാണ് കേട്ടോ. ഓക്കെ, 2x പ്ലസ് 1ന്റെ മാത്രമാണ്. ഓക്കെ, ഇതൊന്ന് സിംപ്ലി ചെറുതാക്കി വെക്കാം. യെസ്, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഞാനൊരു ബോക്സിൽ എടുത്ത് വെക്കുന്നുണ്ട്. വി നീഡ് ഗ്രീൻ ബോക്സ്. യെസ്, ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോട്ടാ. അതായത് 2x പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി വെച്ചു. നമ്മുടെ ഈ ഭാഗം 2x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലല്ലേ എടുക്കുന്നത്. നോക്കിക്കോളൂ, ഇവിടെ എഴുതുന്നുണ്ടേ. 2x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന് പറയുന്നത് a എന്ന് പറഞ്ഞാൽ 2x അല്ലേ, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാ, a എന്ന് പറഞ്ഞാൽ 2x ആ. പിന്നെ എന്നിട്ടുള്ളത് ഇൻറ്റു b എന്ന് പറഞ്ഞാൽ എത്രയാ, 1 ആ. ഓക്കെ, പിന്നെ പ്ലസ് b സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 4x സ്ക്വയർ ആണ്. ഓക്കെ, 2x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2x ദാറ്റ് ഈസ് 4x ഇൻറ്റു 1 എന്ന് വെച്ചാൽ അത് തന്നെയാണ്, പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇതിന് ഞാനിതാ കള്ളി വെക്കുന്നത്. നോക്കിക്കേ, 2x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ, അതിനെ കിട്ടി. ഓക്കെ, ഇതും കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ആ ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ റൈറ്റ്, നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതാ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2x പ്ലസ് 1 ഇങ്ങനെയല്ലേ കൊടുത്തിട്ടില്ലേ. അപ്പൊ നോക്കിക്കേ, ഞാൻ ഇത് എവിടെ എഴുതുന്നത്, 2x പ്ലസ് 1 പറയുന്നത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ 4x ഇതാട്ടാ, ഇത് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 ഇസ് ഈക്വൽ ടു അല്ലേ എക്സ് സ്ക്വയർ, അതുപോലെ തന്നെ എഴുതി വെച്ചു, എക്സ് സ്ക്വയർ പ്ലസ് ഇനി നമ്മുടെ ഇതിന് പകരം ഈ 2x മൈനസ് 1 അത് നമ്മൾ എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്, 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈക്വലിന്റെ രണ്ട് സൈഡിലും ഒരേപോലെയുള്ള സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ, ഒരേപോലെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാം. എന്തൊക്കെ സംഭവം നോക്കിക്കേ,
ഇതാ ഈ 4x² പോയി, 4x² 4x² അത് പോയി. ഇനി എന്താ പോകാ? 1 പോയി. ഇവിടെ 4x അവിടെ -4x പോവില്ല. പിന്നെ ഇവിടെ x² ഉണ്ട്, അതും പോവില്ല. ഓക്കെ, x² പോകുന്നില്ല, ബാക്കി ഇത് പോകുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് മാത്രം ഞാൻ എഴുതുന്നത്. ഇതാ നീ ഇവിടുന്ന് എഴുതുന്നത് കേട്ടോ, നോക്കിക്കോ. കട്ട് ചെയ്തൊക്കെ പോയി, ബാക്കിയുള്ള എന്തൊക്കെയാ? ഇവിടെ ഇനി എന്തുള്ളത്? ബാക്കി 4x ഉണ്ട് ഇവിടെ, ഇസ് ഈക്വൽ ടു ഇതാ x², പിന്നെ അവിടെ എന്തുണ്ടത്? -4x. വേറെ ഒന്നുമില്ലല്ലോ. 4x ഇസ് ഈക്വൽ ടു x² -4x. കിട്ടിയോ? ഇതുവരെ മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇനി എല്ലാ സാധനങ്ങളും നമുക്ക് കൊണ്ടുവരണം. ആദ്യം നമുക്ക് ഈ x² കൊണ്ടുവരാം. ഈ x² ആദ്യം കൊണ്ടുവരാം. x² അവിടെ പോസിറ്റീവായിട്ട് കിടക്കുന്നത്, അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താവും? -x² എന്നാവും. -x² ഇത് +4x അല്ലേ? +4x, കാരണം ഇതിന് സൈൻ ഒന്നും ഇട്ടിട്ടില്ല, സോ ഇത് +4x. ഇനി എന്ത് ചെയ്യണം? ആ അപ്പുറത്ത് എടുക്കുന്ന -4x കൊണ്ട് വരുമ്പോൾ എന്താവും? +4x ആവും. മനസ്സിലായോ? എന്തൊക്കെ എഴുതി? -x² +4x +4x എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കത് കാൽക്കുലേഷൻ ചെയ്യാലോ. ഓക്കെ, ഇതിന് വേണമെങ്കിൽ =0 എന്ന് എഴുതാം. ഈക്വേഷൻ ആയിട്ട് എഴുതി. ഇനി നോക്കിക്കേ, 4x + 4x എന്ന് പറഞ്ഞാൽ 8x ആണ്. സോ -x² + 8x is equal to 0. -x² + 8x is equal to 0. ഇപ്പൊ ഇവിടെ നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുള്ള അനുസരിച്ചിട്ട് ഇവിടെ -x² ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഫുള്ള് x² വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ -x² കാണുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷൻ അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ സൈൻ മാറ്റിയിട്ട് നമുക്ക് പ്ലസ് ആക്കാം. ഇവിടെ പ്ലസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പ്ലസ് ആക്കാൻ പറ്റും. ഈ മൈനസ് മാറ്റിയിട്ട് പ്ലസ് ആക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പ്ലസ് ആക്കി കഴിഞ്ഞാൽ വേറെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ അവിടെയുള്ള സൈൻ എല്ലാം എന്ത് ചെയ്യണം? മാറ്റേണ്ടി വരും. ഓൾറെഡി ഉള്ള സൈൻ എന്താണോ അത് മാറ്റുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഓൾറെഡി ഉള്ള സൈൻ മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ -x² മാറ്റിയിട്ട് അതിനെ x² ആക്കി കഴിഞ്ഞാൽ ഈ പ്ലസിനെ മാറ്റിയിട്ട് എന്താക്കേണ്ടി വരും? മൈനസ് ആക്കേണ്ടി വരും. മനസ്സിലായോ? അതായത് നോക്കിക്കേ, ഒന്നിട്ട് പറയാം. ഇവിടെ -x² അതിനെ മാറ്റിയിട്ട് നമ്മൾ x² ആക്കി, അതായത് പ്ലസ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് മാറിയിട്ട് എന്താവും? -8x ആവും, ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ x² എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു x ആ. ഓക്കെ, -8x ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ട് കമ്പോണന്റ് അല്ലേ കിടക്കുന്നത്? ഇതൊരു കമ്പോണന്റ്, ഇത് വേറൊരു കമ്പോണന്റ്. രണ്ട് കമ്പോണന്റിലും കോമൺ ആയിട്ട് ഒരു സാധനം ഉണ്ടല്ലോ. കോമൺ ആയിട്ട് എന്തുള്ളത്? കോമൺ ആയിട്ട് നമ്മുടെ എക്സ് എടുക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിലും എക്സ് എടുക്കുന്നുണ്ട്. സോ എക്സിനെ നമുക്കെടുത്ത് പുറത്തേക്ക് ഇടാം. എക്സിനെ പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എന്തൊക്കെയുണ്ട്? ഇതാ ഈ എക്സിനെ ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ, എക്സ് ആണ് എടുക്കുന്നത്. ബാക്കി എന്തുണ്ട് അവിടെ? x - 8 ഇസ് ഈക്വൽ ടു 0. നോക്കിക്കേ, ഇതുവരെ മനസ്സിലായി നോക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതാ ഇത് ഫൈനലോട്ട് വരികയാണ് കേട്ടോ, ഫൈനൽ ആൻസറിലോട്ട് വരികയാണ്. എന്തെഴുതി നമ്മള്? എക്സ് കളർന്ന് മാറ്റാം. വി നീഡ് റെഡ്. നോ, we need some kind of this one. Yes, sure. നോക്കിക്കേ, എന്താ ലാസ്റ്റ് കിട്ടിയിട്ടില്ലേ? എക്സ് കാണൂ, ഇത് ബ്ലൂ അടക്കാം, ബ്ലൂ. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ അവസാനം കണ്ടുപിടിച്ചത് x ഇൻറ്റു x - 8 ഇസ് ഈക്വൽ ടു 0. ഇനി നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏതോ രണ്ട് സംഖ്യകൾ ഇൻഡ്യൂ ചെയ്തപ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ സംഖ്യ എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ സംഖ്യ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഒന്നുകിൽ x ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഒന്നുകിൽ എന്താവും? ഇവിടെ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് x ഇസ് ഈക്വൽ ടു എന്ത് വരും? x ഇസ് ഈക്വൽ ടു 0 വരും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയോ? ഇവിടെ x ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് വന്നിട്ട് x ഇസ് ഈക്വൽ ടു 8 എന്ന് വരും. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? എക്സിന്റെ വാല്യൂ എന്തൊക്കെ കിട്ടി നമുക്ക്? 0 കിട്ടി, 8 കിട്ടി. ഇതിൽ ഏതാ ശരിയായിട്ടുള്ള എക്സിന്റെ വാല്യൂ? 0 ആയിരിക്കോ? നമുക്ക് പറയാൻ പറ്റുമോ? 0 നീളമുള്ള, 0 വീതിയുള്ള, 0 പാദമുള്ള എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് എന്തെന്ന് പറയാം? 8 എന്ന് പറയാം. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ? ഇവിടെ നോക്കിക്കേ, 2x - 1 അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സിന് പകരം എത്രയാ? 8 - 1. ദാറ്റ് ഈസ് 1 8 2 16, 16 1 പോയാൽ 15 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ 8 സെന്റിമീറ്റർ. ഇവിടെയോ? ഇവിടെ 2x, ദാറ്റ് ഈസ് 2 ഇൻറ്റു 8 + 1 ഇസ് ഈക്വൽ ടു 1 8 2 16, 16 1 17 സെന്റിമീറ്റർ. കിട്ടിയല്ലോ.
ഇതാണ് വശങ്ങളുടെ നീളം. എത്രയ്ക്ക് കിട്ടി നമുക്ക്? 8 കിട്ടി, 15 കിട്ടി, 17 കിട്ടി. മനസ്സിലായോ? പാറ്റേണുകൾ മനസ്സിലായോ? ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സാമിന് വരാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന സമയത്ത് കുറെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോഴേ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞാലല്ലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നോക്കിക്കേ, ക്ലിയർ ആണോ നോക്കിയേ, മനസ്സിലായി നോക്കിക്കേ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നീട് ചെക്ക് ചെയ്യോ, എന്തെങ്കിലുമൊക്കെ ചെയ്തോ. ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോർഷൻ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മനസ്സിലായല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. മനസ്സിലായല്ലോ? താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു.